നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അല്ലു അർജുൻ എന്ന സൂപ്പർ സ്റ്റാറിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ? അല്ലു അർജുനെ ദ്രോഹിക്കുന്നത് ആരാണ്? ഇന്ന് രാവിലെയാണ് അല്ലു അർജുന്റെ ഹൈദരാബാദിലെ വസതിയിലെത്തി തെലങ്കാനയുടെ പ്രത്യേക ടാസ്ക് ഫോഴ്സ് ഒരു ഭീകരനെ പിടികൂടുന്നത് പോലെ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അല്ലു അർജുൻ ഒരു അറിയപ്പെടുന്ന സിനിമാ നടനാണ്. അറിയപ്പെടുന്നതെന്ന് മാത്രമല്ല, തെലുഗു സിനിമയിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടൻ ഇന്ന് അല്ലു അർജുൻ ആയിരിക്കാം. ആ അല്ലു അർജുനെയാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. പിന്നിലെ കേസ് എന്ന് പറയുന്നത് അല്ലു അർജുൻ്റെ സിനിമ റിലീസായ ദിവസം ഒരു തിയേറ്ററിൽ തിക്കും തിരക്കും ഉണ്ടാകുന്നു. അവിടെ അതിദാരുണമായി ഒരു സ്ത്രീ കൊല്ലപ്പെടുന്നു. അതിന് പിന്നിൽ അല്ലു അർജുനാണ്. അല്ലു അർജുൻ അപ്രതീക്ഷിതമായി ആ തിയേറ്റർ സന്ദർശിച്ചത് കാരണമാണ് എന്ന് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുന്നത്. അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് അല്ലു അർജുൻ തന്നെ ഈ കേസിൽ നിന്നും തന്നെ ഒഴിവാക്കി തരണം, ഇത് താൻ അറിഞ്ഞ് നേരിട്ട് ഇടപെട്ട കാര്യമൊന്നുമല്ല, അല്ലെങ്കിൽ താൻ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു തിക്കും തിരക്കുമൊന്നുമല്ല, അതുകൊണ്ട് തൻ്റെ മേൽ ഇങ്ങനെ പ്രതി ചേർക്കുന്നതിൽ കാര്യമില്ല, അതിൽ നിയമമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈദരാബാദ് ഹൈക്കോടതിയിൽ ഒരു FIR ക്വാഷ് ചെയ്യാനായിട്ടുള്ള ഒരു ഹർജി നൽകിയിട്ടുണ്ട്. ആ ഹർജി ഇന്ന് വൈകുന്നേരം ഈ കോടതി പരിഗണിക്കുകയുമാണ്. നമ്മൾ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഹൈദരാബാദ് കോടതിയുടെ വിധി വന്നിട്ടില്ല. പക്ഷേ അതുപോലും പരിഗണിക്കാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. 4 മണിക്കാണ് ഹൈക്കോടതി ഇത് പരിഗണിക്കുന്നത് എന്ന് കണ്ടയുടനെ ഈ അല്ലു അർജുനെ ചോദ്യം പോലും ചെയ്യാതെ നേരെ കോടതിയിലേക്ക്, നാംപള്ളി കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്നും 14 ദിവസത്തെ റിമാൻഡ് വാങ്ങുന്നു. തീർച്ചയായും ഇതിനപ്പുറം എന്തോ രാഷ്ട്രീയമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം അല്ലു അർജുൻ്റെ ചിറ്റപ്പൻ ഉപമുഖ്യമന്ത്രിയാണ് ആന്ധ്രാപ്രദേശിൻ്റെ. പിന്നെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അല്ലു അർജുൻ്റെ വീടുള്ളത് ഹൈദരാബാദിലാണ്. ഈ സംഭവം നടന്നിരിക്കുന്നത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദ് ആന്ധ്രാപ്രദേശിലല്ല, തെലങ്കാനയിലാണ്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ്. സത്യത്തിൽ ആന്ധ്രാപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡി ചിരഞ്ജീവിയെ അപമാനിച്ചതിൻ്റെ പേരിലാണ് പിന്നീട് വലിയ ജനരോഷം ഉണ്ടായതും. ആ പ്രതികാരം തീർക്കാനായിട്ടാണ് ചിരഞ്ജീവിയുടെ സഹോദരൻ പവൻ കല്യാൺ ഒരു കൊടുങ്കാറ്റ് കണക്കെ ആന്ധ്രാപ്രദേശ് രാഷ്ട്രീയത്തിൽ രംഗപ്രവേശനം ചെയ്തതും NDAയോടൊപ്പം ചേർന്നുകൊണ്ട് അവിടുത്തെ ഭരണം പിടിച്ചെടുത്തതും ഇപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ ഉപമുഖ്യമന്ത്രിയായി ഇരിക്കുന്നതും എന്ന് നമുക്കറിയാം. ഇതിൽ ചില രാഷ്ട്രീയ വൈരാഗ്യങ്ങളുണ്ട്. കോൺഗ്രസിനുമുണ്ട്. കോൺഗ്രസിന് അവിടെ അധികാരത്തിൽ വരാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ പദ്ധതിയെല്ലാം തകർത്തത് പവൻ കല്യാണാണ്. പവൻ കല്യാണും അതുപോലെ തന്നെ ചിരഞ്ജീവിയുടെ കുടുംബവും, ചിരഞ്ജീവി കുടുംബത്തിലെ അംഗമാണല്ലോ അല്ലു അർജുൻ, ചിരഞ്ജീവിയുടെ കുടുംബവും അവിടെ ശക്തരായി അധികാര സ്ഥാനത്തുള്ളിടത്തോളം കാലം തെലങ്കാനയിലും കോൺഗ്രസിന് വലിയ ഭീഷണിയാണ്. ഈ ഭീഷണി ഒഴിവാക്കാനാണ് രേവന്ത് റെഡ്ഡി ഇപ്പോൾ അല്ലു അർജുനെ ഉന്നം വയ്ക്കുന്നത്. അല്ലു അർജുനിലൂടെ ചിരഞ്ജീവി കുടുംബത്തെയും പവൻ കല്യാണിനെയും ഉന്നം വയ്ക്കുന്നത് എന്നും പല വിലയിരുത്തലുകളും വരുന്നുണ്ട്. ആദ്യ പ്രസംഗത്തിൽ തന്നെ പ്രിയങ്ക ഗാന്ധിക്ക് നാവ് പിഴച്ചോ? നിരവധി തെരഞ്ഞെടുപ്പുകളിൽ താരപ്രചാരകയായിരുന്നിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധി കോൺഗ്രസിന് വേണ്ടിയെങ്കിലും ആദ്യമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നത് വയനാട്ടിൽ നിന്നാണ്. വയനാട്ടിൽ ഏതാണ്ട് 5 ലക്ഷത്തിലേറെ ഭൂരിപക്ഷത്തിലാണ് അവിടെ നിന്നും പ്രിയങ്ക ഗാന്ധി വിജയിച്ചു വന്നത്. കന്നി അംഗത്തിൽ തന്നെ വിജയിച്ചു വന്നത്. അതിനുശേഷം ലോക്സഭയിൽ ആദ്യമായി ഇന്ന് പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗവും നടന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഒരു വലിയ അബദ്ധം പറ്റി എന്നുള്ളതാണ്. മോദിയെയും അദാനിയെയും എതിർക്കുകയായിരുന്നു രാഹുൽ ഗാന്ധിയെ പോലെ പ്രിയങ്കയുടെയും പരിപാടി. മറ്റൊന്നും ലോക്സഭയിൽ ഇവർക്ക് പ്രസംഗിക്കാൻ അറിയില്ല എന്നതുപോലെയാണ് മോദിയും അദാനിയും അതുപോലെ തന്നെ വലിയ ബിഗ് ഇൻഡസ്ട്രിയലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രസംഗങ്ങൾ നടത്തിയത്. ഹിമാചൽ പ്രദേശിലേക്ക് നോക്കൂ. ഹിമാചൽ പ്രദേശിലെ ആപ്പിൾ കർഷകർ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഈ ആപ്പിൾ കർഷകർക്ക് താല്പര്യങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി, അതായത് അദാനിക്ക് വേണ്ടി സർക്കാർ ബലി കൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ വിമർശനമാണ് നടത്തിയത്. ഓർമ്മിപ്പിക്കൽ വന്നത് മറുഭാഗത്ത് BJP ബെഞ്ചിൽ നിന്നാണ്. അല്ലയോ മാഡം, ഹിമാചൽ പ്രദേശ് എന്ന് പറയുന്നത് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനമാണ്, അവിടെ BJP അല്ല ഭരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിയതോടുകൂടിയാണ് പ്രിയങ്ക ഗാന്ധിക്ക് തൻ്റെ പിഴവ് പിടികിട്ടിയത്. ഹിമാചൽ പ്രദേശ് എന്ന സംസ്ഥാനത്ത് ആരാണ് ഭരിക്കുന്നത് എന്നുപോലും അറിയാതെയാണ്, അല്ലെങ്കിൽ എന്നുപോലും ഓർക്കാതെയാണ് പ്രിയങ്ക ഗാന്ധി മോദിക്കെതിരെ ആഞ്ഞടിക്കാനായി ഇന്ന് ലോക്സഭയിൽ പോയതും കന്നി പ്രസംഗം നടത്തിയതും. കന്നി പ്രസംഗം തന്നെ നാക്കുപിഴയിൽ അവസാനിച്ചു എന്ന് വേണം കരുതാൻ. ലോക ചെസ് ചാമ്പ്യനായി മാറിയ ഗുകേഷ് തമിഴ്നാട്ടുകാരനാണോ അതോ ആന്ധ്രാപ്രദേശുകാരനാണോ? വിവാദം കത്തുകയാണ്. 18കാരനായ ഗുകേഷിന്റെ ഈ വലിയ നേട്ടത്തിൽ ഭാരതം ഇന്ന് അഭിമാനിക്കുകയാണ്.
ലോക ചെസ് പോരാട്ടങ്ങളുടെ രാജാവായി മാറിയിരിക്കുകയാണ് ഗുകേഷ്. ഗുകേഷിനെ അഭിനന്ദിച്ചുകൊണ്ട് പല പ്രമുഖരും സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇടാറുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയും ഗുകേഷിനെ അഭിനന്ദിച്ചുകൊണ്ട് പോസ്റ്റിട്ടു. തമിഴ്നാടിൻ്റെ അഭിമാനമാണ്. ചെന്നൈക്ക് ഇനിയും അഭിമാനിക്കാം. ഇനിയും താരങ്ങൾ ചെന്നൈയിൽ നിന്ന് ഉയർന്നു വരട്ടെ. ചെസ് പോലുള്ള കായിക ഇനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പിന്തുണ ഇനിയും തുടരും. ഇത് തങ്ങളുടെ കൂടി ഒരു പ്രയത്നത്തിൻ്റെ ഫലമാണ് എന്ന രീതിയിലാണ് തമിഴ്നാട് മുഖ്യമന്ത്രി പോസ്റ്റ് ചെയ്തത്. അല്പസമയത്തിന് ശേഷം ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിൻ്റെ പോസ്റ്റും എക്സിൽ പ്രത്യക്ഷപ്പെട്ടു. ചന്ദ്രബാബു നായിഡു പറയുന്നത് വെൽ ഡൺ തെലുഗു ബോയ് എന്നാണ്. അതായത് ഗുകേഷ് യഥാർത്ഥത്തിൽ ഗുകേഷിൻ്റെ വേരുകളുള്ളത്, ഗുകേഷിൻ്റെ കുടുംബമുള്ളത് ആന്ധ്രാപ്രദേശിലാണ്. അദ്ദേഹം ഇപ്പോൾ തമിഴ്നാട്ടിലാണ്, ചെന്നൈയിലാണ് എങ്കിൽ പോലും ഗുകേഷ് ഒരു തെലുഗു ബോയിയാണ് എന്നർത്ഥം വരുന്ന രീതിയിലാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ പോസ്റ്റ്. ഇവർ തമ്മിൽ ഗുകേഷിൻ്റെ പേര് പറഞ്ഞ് തമ്മിലടിക്കുകയാണ് എന്ന രീതിയിൽ പക്ഷം പിടിച്ച് തന്നെ മറ്റു പലരും സമൂഹ മാധ്യമങ്ങളിൽ കൊമ്പുകോർക്കുകയുമാണ്. സത്യത്തിൽ ഗുകേഷ് തെലുഗു വേരുകളുള്ള ഒരു ചെറുപ്പക്കാരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം ആന്ധ്രാപ്രദേശിലാണ്. പക്ഷേ അദ്ദേഹം ദീർഘകാലമായി തമിഴ്നാട്ടിൽ താമസിക്കുന്ന വ്യക്തിയാണ്. ഗുകേഷിൻ്റെ ഈ ഒരു പ്രകടനത്തിന് അല്ലെങ്കിൽ ചെസ് എന്ന ഒരു കായിക ഇനത്തിന് എല്ലാവിധ സപ്പോർട്ടും എല്ലാവിധ സഹായവും ചെയ്തത് തമിഴ്നാട് സർക്കാരാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. തമിഴ്നാട് സർക്കാർ അത്രത്തോളം ആ കായിക ഇനത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്നും ഗുകേഷ് മാത്രമല്ല ധാരാളം ആളുകൾ ഈ ചെസ്സുമായി ബന്ധപ്പെട്ടുണ്ട്. വിശ്വനാഥൻ ആനന്ദിനെ പോലെയുള്ള ആളുകളാണ് ഇത്തരത്തിൽ പുതുതലമുറയെ വാർത്തെടുത്തത് എന്ന് തന്നെ പറയാം. വലിയ സംഭാവനകൾ അദ്ദേഹം ഈ മേഖലയിൽ നൽകിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ, അതായത് ഗുകേഷിൻ്റെ കുടുംബത്തിൻ്റെ വേരുകൾ ഈ ആന്ധ്രാപ്രദേശിലും ആണുള്ളത്. ഏതായാലും രണ്ട് മുഖ്യമന്ത്രിമാർക്കുമെന്ന് മാത്രമല്ല ഭാരതത്തിനൊന്നാകെ അഭിമാനിക്കാവുന്ന ഒരു താരമായി ഗുകേഷ് മാറിക്കഴിഞ്ഞു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.